ലേറ്റസ്റ്റ് ഇപ്പോൾ രാവിലെ 5:30 ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ടെൻറ്റിനകത്താണ് കിടന്നത്. പിന്നെ എനിക്ക് നടുവിന് ചെറിയ സീനുള്ളത് കൊണ്ട് ഐ എൻഡ് അപ്പ് ഇൻ പെയിൻ. സോ ഞാൻ വെളുപ്പിൽ തന്നെ എണീറ്റ് ഞാനിങ്ങനെ കറി കിടക്കുമ്പോഴാണ് വേദന കാരണം രാവിലെ തന്നെ ടെൻറ്റിൽ നിന്ന് എണീക്കേണ്ടതെന്ന് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല കേസ്. അപ്പം കറി ഇറങ്ങുമ്പോഴാണ് അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. അതിൽ ഇങ്ങനെ വരും, പ്യോർ വാട്ടർ. ഈ ബ്രിഡ്ജസും ഒക്കെ അല്ലേ ഓപ്പൺ അല്ല, അവിടുത്തെ ചെറിയ വഴിയാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് വന്നത്. ഇതാണ് വഴി സത്യത്തിൽ. ഇതൊരു പ്രത്യേകതരം വെള്ളമാണ്. എന്താണ് ഇത്? വിനേഗർ, പിന്നെ ഉപ്പ്, പിന്നെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തല്ല, ഇഞ്ചി കറുത്തത്. ഞാനാദ്യം വിചാരിച്ച കോമഡി പറയുന്നതാണ് വെള്ളത്തിന്റെ ഗൈസ്. ഞങ്ങള് ലെഗ് ഡിസ്ട്രിക്റ്റിൽ പോവാനായിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. ഞങ്ങള് ടെന്റൊക്കെ സെറ്റ് ചെയ്തു, ചിക്കനൊക്കെ സെറ്റ് അല്ല ഗ്രില്ല് ചിക്കൻ ചെയ്യാനുള്ള സാധനം ഉണ്ടോ അതൊക്കെ സെറ്റ്. നമ്മള് ഇന്ന് പോയിട്ട് എനിക്ക് പിന്നെ അറിയാത്തോണ്ട് കുഴപ്പമില്ല. നാളെ മോർണിംഗ് സീൻസ് കണ്ടോ? രാത്രിയല്ല, ഈവനിങ്. അതേ ഞങ്ങൾക്ക് നാളെ പോകണ്ടേ? നാളെയോ? നാളെ ഫ്രൈഡേ ആണോ? മറ്റന്നാ പോവാം. മറ്റന്നാൾക്ക് ഷിഫ്റ്റ് ഉണ്ട്. കാരണം നാളെ നിങ്ങൾ ടയേർഡ് ആയിരിക്കും. എന്താ പ്രശ്നം എന്നറിയോ? മറ്റന്നാളെ ടിക്കറ്റ് ചെക്ക് ചെയ്യും. നാളെ നമ്മൾ ടിക്കറ്റ് എടുക്കാനാണ് പോകണം. അത് ടിക്കറ്റ് എടുക്കാനും പോയിക്കണേ പണി കിട്ടും. ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ചെക്ക് ചെയ്യും. ഒന്നെടുക്കാല്ലേ, മാൻസ്ട്രോയിൽ എടുക്കാം. എന്നിട്ട് ആലോചിക്കാം. എനിക്ക് ഇട്ടോട്ടെ, പണി കിട്ടോ, എന്തായാലും ചെക്ക് ചെയ്യും. ഉറപ്പാണ്. ഫൈനൊക്കെ വരും, 1000 പൗണ്ടൊക്കെ വരും. 1000 പൗണ്ടോ ഫൈൻ? 1000 കുളിക്കാൻ വരുമോ? 1000 പൗണ്ട് ഫൈനാ സ്പോട്ടിൽ. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തിട്ടേ പോണുള്ളൂ. അവിടെ ഒരു പാലുണ്ട്, ഇവിടെ ഒന്നുണ്ട്. പക്ഷെ അത് ഓൺ പ്രോസസ്സാണ്, അതുകൊണ്ട് ഡോറൊന്നും ഓപ്പൺ അല്ല. ആ ഡോർ ഓപ്പൺ അല്ല, ഇവിടെ ഡോറ് ഇല്ല. സോ നമ്മളൊക്കെ
ഞങ്ങളിങ്ങനെ വണ്ടി കയറി ഹൊണിസ്റ്റർ പാസിലെത്തി. സോ വി ഹാവ് ഗോട്ട് എ കഫേ ഹിയർ. അപ്പോൾ ഇനി കുറച്ച് ദൂരത്തേക്ക് ഒന്നും തന്നെ ഫുഡൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ordered cappuccino, a chocolate latte. ഇതെന്തായിരുന്നു? കോർണേഷൻ ചിക്കൻ. സ്വീറ്റ് പൊട്ടാറ്റോ സൂപ്പ്. ഓക്കേ. നമ്മൾ ബ്രിട്ടീഷ് ആയി ഗൈസ്, വേറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല എസ്തെറ്റിക്സ് ആണല്ലേ. ഇവിടെ ഫുള്ള് ഈ കല്ല് വെച്ചിട്ടുള്ള സ്ലേറ്റ് അല്ലേ? ബാക്കിൽ കുറച്ച് വർക്കുകൾ കിടക്കുന്നുണ്ടായി. സോ ദാറ്റ് വാസ് ഇംഗ്ലണ്ട്സ് ലാസ്റ്റ് വർക്കിംഗ് സ്ലേറ്റ് മൈൻ. നമ്മൾ നേരത്തെ കണ്ട സ്റ്റോൺസ് എല്ലാം സ്ലേറ്റ് ആയിരുന്നു. ആൻഡ് അവർ ഒരു കാറ്റലോഗ് തന്നിട്ടുണ്ട്. ഈ ബ്രോഷറിനകത്ത് ഇവരുടെ ആദ്യം പറയുന്നതൊക്കെ കുറേ കെഫേസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വിച്ച് വി സോ. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ആക്ടിവിറ്റീസിനകത്തുള്ളത് അഡ്രിനാലിൻ പാസ്, Via Ferrata, Infetti Bridge, Canoeing, Climb the Mine and Mine Tour. അപ്പോൾ ഇതിനെല്ലാത്തിനും റേറ്റ്സ് ഉണ്ട്. അതിൻ്റെ റേറ്റ്സ് ഒക്കെ 110, 55 ക്ലാസിക്, 65 എക്സ്ട്രീം, പിന്നെ £25, £80, £65. പിന്നെ മൈൻ റൂട്ടിന് മാത്രം മൈൻ ടൂറിന് ഒരു അഡൾട്ടിന് ഒരു ചൈൽഡ് ഫ്രീ അങ്ങനെ കൊണ്ടുപോകാം. സോ ഇതെല്ലാം നമുക്ക് പോയി അപ്പോൾ തന്നെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. വി ഷുഡ് പ്രീ ബുക്ക് എവറിഥിങ്. അപ്പോൾ ഇന്ന് കുറച്ച് സ്ലോട്ട്സ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇഫ് യു വിസിറ്റ് ഡു ചെക്ക് ദിസ് ആൻഡ് ഡു ദി ഓൺലൈൻ ബുക്കിംഗ് ആൻഡ് കം സോ യു ക്യാൻ എൻജോയ് എവറിഥിങ്. ഇവിടെ പിന്നെ സിപ്പ് ലൈനും കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ വർക്ക് ഓൺ പ്രോഗ്രസ് ആണ്. ഇതൊക്കെ എല്ലാം സ്ലേറ്റ്സ് ആണ്. സോ ഇവിടെ നല്ലൊരു സ്പോട്ടാണ് വരാനും ഹൈക്ക് ചെയ്യാനും ട്രെക്ക് ചെയ്യാനും പിന്നെ ഇതൊക്കെ എൻജോയ് ചെയ്യാനും. ഫുള്ള് സ്ലേറ്റ് മൈൻസ് ആയതുകൊണ്ട് സ്ലേറ്റ് മൈൻസ് വെച്ചിട്ടുള്ള കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതിലൊന്നാണിത്. അവിടെ ആ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ കുറേ ബേർഡ്സിൻ്റെ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദിസ് വൺസ് ദ മെയിൻ അട്രാക്ഷൻ. ദിസ് വാസ് ദ കഫേ. ഗൈസ് എന്താ ചെയ്യുന്നത്? സംതിങ് ഫിഷി. നിങ്ങൾ വിചാരിക്കുന്ന ബന്ധമൊന്നും ഇല്ലെങ്കിലും അതെ, ഞാൻ പറയുന്നില്ല ബന്ധം. ഇത് പോവരുത് എന്നാണ് അങ്ങോട്ടേക്ക്. അപ്പൊ എനിക്കൊരു തരാം, നമുക്ക് പോവാം. ഓ ഇത് കൊള്ളാം. ഒരു കല്ലെടുത്തറിയണം. എനിക്കത് ഇവിടുത്തെ കാട് ഞങ്ങള് താഴെ ഇറങ്ങി. റോട്ടിൻ്റെ ഇതാണ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് നൗറിന് എന്തോ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ താഴെ ഇറങ്ങി. അനുക്കാക്ക എടുക്കും വീഡിയോ. ബട്ട് സ്റ്റിൽ ദ റോഡ് ഇസ് സോ നാരോ. ഒരു കാറിനെ പോകാൻ പറ്റുള്ളൂ. വണ്ടി പിന്നെ നീ പറഞ്ഞാലേ ഒരു പോവുള്ളൂ. നിന്റെ ഐഡിയ എന്താണ്? ഇതെങ്ങനെ മോളത്തെ വീഡിയോയിൽ കിട്ടും നോക്കുന്നു. ഗൈസ്, ആ ചേട്ടനാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നത്. on the top. I don't know how it comes. തിരിച്ചു പോവാം. മാറിയോ? ഇത് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ടാണോ അതോ
ഈ ട്രിപ്പ് ഫാമിലി പോലത്തെ ഉള്ളവരോടായിരുന്നെന്ന് അറിയത്തില്ല. വി ഫീൽ സോ റിലാക്സ്ഡ്. ആൻഡ് എന്ത് ഹറാമ്പറപ്പമാണ് ഈ റോട്ടി വന്ന് കാണിച്ചെന്നാണ് അവളുടെ അളിയൻ പറഞ്ഞത്. സോ വണ്ടി വന്നു കഴിഞ്ഞാൽ പെടും. പക്ഷെ ഇവിടെയും സ്ലേറ്റ് മൈൻസ് വെച്ചിട്ട് അവർ ക്രാഫ്റ്റ് ചെയ്ത സാധനങ്ങൾ. പുല്ലാണ്. അത് കഴിഞ്ഞിട്ട് സ്ലേറ്റ് കയറിയാൽ നമുക്കിതേ അവിടെ എത്താം. ബട്ട് ഷീസ് നോട്ട് അലൗവിങ്. ബട്ട് വൈ? എടി അങ്ങ് വരെ പുല്ലാടി, അതിനുശേഷം പറ്റും. എടി മില, ഏതെങ്കിലും ഒരു കല്ല് ഇളകിയിട്ടുണ്ടെങ്കിൽ നീ നിലത്ത് വീഴും. Come on, come on, come on, easy, easy, easy. Yeah. It was hell of an experience. അയ്യോ, അവസാനം നേരം വരെ ഞാൻ വിചാരിച്ചായിരുന്നു വീണാൻ ചെയ്യും. ബട്ട് സ്റ്റിൽ അവരൊക്കെ എല്ലാവരും വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീസ് എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടുകാരത് കാണുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ അനുഭവിക്കുന്ന എനിക്കറിയാം. മനസ്സിലായി. I lived at the moment. That's all about that. So what should I do to wake up like this every day? അയ്യോ. നമ്മൾ ആ മൈനിങ് സ്ഥലത്ത് നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് അല്ലേ? ഇതെന്താ സ്ഥലം? ഇതൊരു ഗ്രൂപ്പ് ഓഫ് വാട്ടർഫോൾസ് എന്നാണ് നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞത്. ഫസ്റ്റ് 10 minutes ലെഫ്റ്റിലോട്ട് ഒരു വാട്ടർഫോൾ ഉണ്ട്. അത് കഴിഞ്ഞ് വി കീപ് ഓൺ ഗോയിങ് കുറെ വാട്ടർഫോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വാട്ടർഫോൾ എത്തിയിട്ട് കാണാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഫുള്ള് കാട്. ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര ദൂരോട്ടാണ്, റൈറ്റിലോട്ട്. പക്ഷെ ഇത് ഇച്ചിരി നല്ലതാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങി. ശബ്ദം കേൾക്കാനുണ്ടല്ലേ വെള്ളത്തിന്റെ? കീപ് ഓൺ ലെഫ്റ്റ്. ആ ലെഫ്റ്റ് ആയിരിക്കും ഒരു ഉദ്ദേശിച്ചത്. അത് ഒരു ചെറിയ മന്ദബുദ്ധനാണ്. നമ്മൾ ആ ശബ്ദത്തിലൂടെ കണ്ടെത്തി. എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? നല്ല ഭംഗി. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാത്ത സ്ഥലമായിരുന്നു. ബക്കറ്റ് ലിസ്റ്റിലുള്ളത് ഭയങ്കര തുർക്കി, അത് പിന്നെ എന്തായിരുന്നു, സ്വിറ്റ്സർലാൻഡ്, മൊറോക്കോ, അതൊക്കെയാണ്. പക്ഷേ once you didn't expect you will go, it's the best ones. പിന്നെ എന്തോ ഒരു കഴപ്പ് കയറിയിട്ട് ഇപ്രാവശ്യം നൗറൻ ഒരു സാഹസികമായി എൻ്റെ കൂടെ വരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, എന്റെ തോളത്ത് വെച്ചോട്ടെ വന്നാ മതി. തിരിഞ്ഞു നോക്കുമ്പോ നിന്നെ കാണത്തില്ല.
വേണ്ടട്ടാ വേണ്ടട്ടാ തെന്നോട്ടാ തെന്നോട്ടാ കളിക്കല്ലേ. നമ്മളൊരു മരത്തിലാണ് കേസ് നിൽക്കുന്നത്, പൊട്ടിയ മരത്തിൽ. ഒഴുക്ക് എവിടെയും ചാടിക്കിറങ്ങിയാലും കൂടെ പറ്റുവേണ്ട ഒഴുക്കും. ഓളിട് ഓളിട്. Guys, this is the location we were. Welcome to Air Force Kobaru Park. എന്തിനാ വിഷമ? അതെന്റെ ചോക്കി ചോക്കിയല്ലേ? തൊലി മാത്രം വെച്ചിട്ട് ചോക്കി ചോക്കി മതി മതി. എന്നെ ബ്ലോക്കിലിടണ്ട. പാത്രം കഴിയോട്ടെ. അവന് ട്രിപ്പ് കൊണ്ടുപോകാത്ത എന്റെ കുശുമ്പ് ബന്ധം വേർപെടുത്താൻ വിളിച്ചാണടാ. അപ്പം സമയം 1:45. ഞങ്ങൾ വന്ന് പാട്ടവായി കിടന്ന് ഉറങ്ങി. എന്താ അപ്പോഴത്തുള്ള കുറച്ച് ലെഫ്റ്റ് ഓവർ ഫുഡ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയി കഴിച്ചിട്ട് വന്നത്. അപ്പം ആ ഫുഡ് ചൂടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടയർഡായിട്ട് കിടന്നു. അനുക്കൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഗൈസ്, പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര ടയർഡായിരുന്നു. ഹി വാസ് ദ ഓൺലി വൺ ഹു വാസ് ഡ്രൈവിങ് ദി ഹോൾ ജേർണി. അപ്പം പിന്നെ ഫോഴ്സ് ചെയ്തില്ല, എല്ലാവരും ഉറങ്ങി. ഞാൻ അടുത്ത എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിറ്റർമിനേഷനിൽ എണീറ്റു. ഒരു 2 hour നാപ്പ് കഴിഞ്ഞ്. ആൻഡ് ദേഹം മൊത്തം ഇങ്ങനത്തെ കുറേ കുരുക്കളാണ്. മറ്റേ ഹെയർ നെറ്റ്സിൻ്റെ വെക്കാത്തതിൻ്റെ ഒരു സീൻ വന്നതിന്. പക്ഷെ ബോഡിയിൽ ഏതൊക്കെയാണോ കവർ ചെയ്ത് വെച്ചിരുന്നത് അവിടെയൊക്കെ ഓക്കെയാണ്. ബട്ട് ഞാനൊരു ക്രോപ്പ് ആയിരുന്നതുകൊണ്ട് ഇവിടെ ഒക്കെ ഇല്ല. പിന്നെ എപ്പോൾ പോകുന്നൊന്നും അറിയത്തില്ല. എന്നാലും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ദ ഡേ ഈസ് ഗോണ എൻഡ് അല്ലേ. നാളെ എന്താ പരിപാടി? ഉണ്ടാക്കുകയാണെങ്കിൽ കാണിക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പറയാതില്ലേ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയടാ. ഗുഡ് നൈറ്റ്.